5 ദിവസം മുൻപാണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പൊക്കൽ കൊടി പോലും മുറിക്കാതെയാണ് ആൺകുഞ്ഞിന്റെ മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. ഞങ്ങൾ പരിശോധിച്ചു. കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ നൽകാൻ കോഴിക്കോട്ട് അമ്മത്തൊട്ടിൽ ഉണ്ടോ എന്ന്. നിർമ്മാണം പുരോഗമിക്കുന്നതേയുള്ളൂ എന്നതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായത്. സിനോജ് തോമസ് നമുക്കൊപ്പം എത്തുന്നു. സിനോജ്, കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ഒരാഴ്ച പോലും ആയിട്ടില്ല. അവിടെ ഈ കുഞ്ഞിനെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ ഒരു അമ്മത്തൊട്ടിൽ ഇതുവരെയും ആയില്ലേ? സുജപാർവതി, അതായത് ഇതേ വിഷയം കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുകയും ലൈവ് തോൺ നടത്തുകയും ചെയ്തതാണ്. ആ ദിവസവും ഞാൻ വന്നു നിന്ന സ്ഥലത്താണ് ഇന്നുള്ളത്. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രി. ഇവിടെ അതിമനോഹരമായ ഒരു അമ്മത്തൊട്ടിൽ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അന്ന് മെയ് മാസം എന്ന് പറഞ്ഞല്ലോ, അന്ന് വന്നതിന് അപേക്ഷിച്ച് ഇന്ന് 7 മാസം ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ഈ അലങ്കാര ചെടികളുണ്ട്. അലങ്കാര ചെടികളൊക്കെ തന്നെ വളർന്ന വലിയൊരു കാട് പോലെയായിരിക്കുന്നു. കെട്ടിടം അതിനകത്താണുള്ളത്. നോക്കൂ, അതിമനോഹരമായ കെട്ടിടമായിരുന്നു. മൊത്തം പുല്ല് കയറി കാട് കയറി ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ കെട്ടിടം ഇവിടെയുണ്ട്, ബാക്കി സൗകര്യങ്ങളൊന്നുമില്ല. അന്നും കഴിഞ്ഞ മെയ് മാസം ഇത് തന്നെയായിരുന്നു അവസ്ഥ. അതായത് PWD ഈ കെട്ടിടം പണിതു. 2021 അന്നത്തെ MLA പ്രതികുമാർ ഫണ്ട് അനുവദിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അധികൃതർ പറഞ്ഞത് ഉടൻ തന്നെ ഇത് റെഡിയാകുമെന്നാണ്. ശിശുക്ഷേമ സമിതിയും പറഞ്ഞത് ഉടൻ തന്നെ റെഡിയാകുമെന്നാണ്. എന്നിട്ടും അന്നത്തെ അതേ അവസ്ഥയിലാണല്ലോ സിനോജ് കിടക്കുന്നത്. അതെ, ഉടൻ എന്ന് പറയുന്നു. പക്ഷേ എന്നാണ് അവർ ഉദ്ദേശിച്ച് ഉടൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയമാണ്, ധനകാര്യ വകുപ്പിൻ്റെ കയ്യിലാണ് ഫയൽ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ്, നമുക്കറിയാം ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാസങ്ങളായി, ഇപ്പോഴും ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് നീണ്ടു പോകുന്നത്. അതായത് ആധുനിക ഇലക്ട്രോണിക് അമ്മത്തൊട്ടിൽ എന്നാണ് പറഞ്ഞത്. അതായത് സുനിഷ പറഞ്ഞതുപോലെ തന്നെ ഉള്ള സെൻസർ സംവിധാനവും അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചാൽ മാത്രമേ അമ്മത്തൊട്ടിൽ പ്രവർത്തനം തുടങ്ങാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു വെറും കെട്ടിടം മാത്രമാണ്. ആ അമ്മത്തൊട്ടിൽ ഇവിടെ എത്തിയിട്ടില്ല. ഇലക്ട്രോണിക് സെൻസർ സംവിധാനം സ്ഥാപിച്ചിട്ടില്ല. അതിൻ്റെ കരാർ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ആദ്യം ഒരു ടെൻഡർ വിളിച്ചു, അതിൻ്റെ പ്രപ്പോസൽ കൊണ്ടുപോയി, അത് എമൗണ്ട് കൂടുതലായിരുന്നു, റിവൈസ് ചെയ്തു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നത്. അപ്പോഴും ഈ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം അതിമനോഹരമായ കെട്ടിടമാണ്. ഇതിൻ്റെ പരിസരം പോലും വൃത്തിയാക്കിയിട്ടില്ല. അതിമനോഹരമായി ചെടികളൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിരുന്നു. 2 ഗേറ്റുകളുണ്ട്, മുൻപിലും പുറകിലുമായി 2 ഗേറ്റുകളുണ്ട്. അമ്മമാർക്ക് ആരും കാണാതെ വന്ന് കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരണമൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ കാട് കയറി കിടക്കുന്ന അവസ്ഥയാണ്. ഇലക്ട്രോണിക് സംവിധാനം, അതായത് കെട്ടിടം മാത്രമായിരിക്കുന്നു. ഇലക്ട്രോണിക് അമ്മത്തൊട്ടിൽ ഇതുവരെ എത്തിച്ചിട്ടില്ല. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുമെന്ന് പറയുന്നു. നമ്മൾ അന്ന് ലൈവ് ചെയ്തിട്ട് 7 മാസം കഴിഞ്ഞിരിക്കും. ഇതുവരെ ഒരു പരിപാടി ഇവിടെ ചെയ്തിട്ടില്ല. ഈ അലങ്കാര ചെടികളൊക്കെ ഒരുക്കേണ്ട സംവിധാനമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി, അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സാർ. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട സംവിധാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അവിടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കൂ എന്ന് ആളുകളോട് പറയാൻ കഴിയൂ. 6 മാസം മുൻപ് നിങ്ങൾ പറഞ്ഞ സംവിധാനം എവിടെയാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയാണ്. മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ സജ്ജമാക്കുമെന്ന് പറഞ്ഞ സംവിധാനം എന്തുകൊണ്ടാണ് ഇപ്പോഴും കാട് പിടിച്ച് മൂടിക്കിടക്കുന്ന ഒരു കെട്ടിടം മാത്രമായി അവശേഷിക്കുന്നത് എന്ന ചോദ്യം കോഴിക്കോട്ട് നിന്ന് നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്.